എറണാകുളം ജില്ലയിലെ എടവനക്കാട് എന്ന് പറയുന്ന സ്ഥലം 45 വയസ്സുള്ള സജീവൻ പെയിന്റിംഗ് തൊഴിലാളിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ രമ്യ 35 വയസ്സ്, ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. 2 ആൺമക്കളാണ്, 10 വയസ്സും 12 വയസ്സും. രമ്യയുടെ വീട്ടുകാരുമായിട്ട് അത്ര വലിയ സ്വരച്ചേർച്ചയൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ സജീവനെ കല്യാണം കഴിക്കുന്നത് രമ്യയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ രമ്യയും സജീവനും വീട്ടുകാരുമായിട്ട് യാതൊരു അടുപ്പവുമില്ല. ഇവർ കല്യാണം കഴിച്ചതിന് ശേഷം 17 വർഷമായിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. അടുത്ത് തന്നെ രമ്യയുടെ അച്ഛനും അമ്മയുമുണ്ട്. കുട്ടികൾ പോകാറുണ്ട്. കുട്ടികൾ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണാൻ പോകും. അതുപോലെ രമ്യയുടെ സഹോദരനുണ്ട്. സഹോദരനും കുട്ടികളെ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഈ അളിയനോടും പെങ്ങളോടും അവൻ യാതൊരു വിധത്തിലും സംസാരിക്കില്ല. കാരണം അത്രത്തോളം വെറുപ്പാണ്. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അളിയന് കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസമില്ല, അതുപോലെ തന്നെ ജോലിയില്ല. അദ്ദേഹം പെയിൻറ്റിങ് ജോലിയാണ്. ഈ രമ്യയാണെങ്കിൽ നല്ല രീതിയിൽ കുറച്ച് പഠിത്തമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രമ്യയ്ക്ക് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിയൊക്കെ കിട്ടി. അപ്പോൾ സജീവൻ എല്ലാ ദിവസവും ഒന്നും ജോലിക്ക് പോകില്ല. അതായത് സജീവിന് വല്ലപ്പോഴും മാത്രമേ ജോലി ഉണ്ടാവുള്ളൂ. രമ്യയാണെങ്കിൽ രാവിലെ 8 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിക്ക് തിരിച്ചു വരികയുള്ളൂ. അടുത്തുള്ള ജംഗ്ഷനിൽ നിന്നും ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ടാണ് മിക്ക സമയങ്ങളിലും വരാറ്. അതുകൊണ്ട് തന്നെ ആ കടയിലുള്ളവർക്കും എല്ലാവർക്കും രമ്യയെയും അതുപോലെ സജീവനെയും നല്ല ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. വീട്ടുടമക്ക് പ്രത്യേകിച്ച്. കാരണം സജീവനെ പറ്റിയിട്ട് വീട്ടുടമക്ക് പറയാനുള്ളത് എന്താവശ്യത്തിനും ഓടിയെത്തുന്ന സ്വന്തം മകനെ പോലെയാണ് എന്നാണ് നാട്ടുകാർക്കായാലും വീട്ടുകാർക്കായാലും. ഒരു ദിവസം രമ്യയെ കാണാനില്ല. അതായത് രാവിലെ നോക്കുമ്പോൾ രമ്യ അവിടെ ഇല്ല. രമ്യ എവിടെ പോയി എന്ന് അയൽവാസികളെല്ലാം ചോദിച്ചു. അപ്പോഴേക്ക് പറഞ്ഞു രമ്യ ഒരു കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ പോയിരിക്കുകയാണ് എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. ഏതായാലും സജീവൻ പതിവ് പോലെ തന്നെ കുട്ടികളെ രമ്യയുടെ വീട്ടിലേക്ക് അയക്കും. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ രമ്യയുടെ സഹോദരനൊരു സംശയം. അതായത് കുറേ നാളായല്ലോ ചേച്ചിയെ കണ്ടിട്ട്, വല്ലപ്പോഴും വഴിക്കുന്നൊക്കെ കാണുന്നതാണ്, ഒന്നും മിണ്ടില്ലെങ്കിലും ചേച്ചിയെ കാണാറുണ്ട്, അതായത് കാണുന്നതും എനിക്കിഷ്ടമാണ്. രമ്യയുടെ സഹോദരന് രമ്യയോട് നല്ല ഇഷ്ടമുണ്ട്, പക്ഷെ അവർ സംസാരിക്കത്തില്ല എന്നേ ഉള്ളൂ. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കുട്ടികളോട് ചോദിച്ചു, മക്കളെ അമ്മ എവിടെയെന്ന് ചോദിച്ചു. അമ്മ 3 മാസമായി പോയിട്ട് അമ്മ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്, ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്നൊക്കെയാണ് കുട്ടികൾ പറഞ്ഞത്. അതായത് ആരോ പഠിപ്പിച്ചു വിട്ടതുപോലെ 2 പേരും ഒരുപോലെയാണ് പറയുന്നത്. ഏതായാലും അളിയൻ വന്നപ്പോൾ അളിയ പെങ്ങൾ എവിടെയെന്ന് ചോദിച്ചു. പെങ്ങൾ ഇതുപോലെ പഠിക്കാൻ പോയതാണ്, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവളവിടെ ജോലി ചെയ്യും എന്നൊക്കെ അളിയനും പറഞ്ഞു. ഏതായാലും എനിക്ക് പെങ്ങളുടെ നമ്പർ വേണമെന്ന് പറഞ്ഞപ്പോൾ സജീവൻ പറഞ്ഞു, ഇത്ര നാളും പെങ്ങളെ അന്വേഷിച്ചില്ലല്ലോ, ഇനി അങ്ങനെ അന്വേഷിക്കേണ്ട, നന്നാകുമെന്ന് കണ്ടപ്പോൾ ഞങ്ങളുടെ കൂടെ വരുന്നോ, ബന്ധം കൂടാൻ വരുന്നോ, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സജീവൻ ഈ അളിയനോട്, അതായത് രമ്യയുടെ ആങ്ങളയോട് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. 6 മാസം കഴിഞ്ഞു. കുട്ടികളോട് വീണ്ടും ചോദിക്കുകയാണ്, അമ്മ വിളിക്കാറുണ്ടോ ചോദിച്ചപ്പോൾ അമ്മ ഞങ്ങൾ ഇതുവരെ വിളിച്ചിട്ടില്ല, പക്ഷേ അച്ഛനെ എന്നും വിളിക്കാറുണ്ട്, സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ അമ്മ വിളിച്ചിരുന്നു എന്ന് അച്ഛൻ പറയാറുണ്ട് എന്ന് ഈ മക്കൾ പറയുകയാണ്. അങ്ങനെ ഒരു ദിവസം അളിയനെ കണ്ടപ്പോൾ പറഞ്ഞു, അളിയൻ ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ്, അതായത് പെങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പം തുറന്നു പറയണമെന്ന് പറഞ്ഞപ്പോൾ രമ്യയുടെ സഹോദരനോട് പറഞ്ഞു, അതായത് ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്, തിരിച്ചു വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ, അവൾ ഒരാളുടെ കൂടെ പോയതാണ്, നീ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അന്വേഷണം വരും, നാട്ടുകാരറിയും, പിന്നീട് എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല, ഇപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ബാംഗ്ലൂരിൽ പോയിരിക്കുകയാണ് എന്നാണ്, അതുകൊണ്ട് നീ കേസിന് പോകരുത് എന്നാണ് ഈ ഭാര്യ സഹോദരനോട് സജീവൻ പറഞ്ഞത്. ഏതായാലും ഭാര്യ സഹോദരൻ കേസിന് പോകാൻ തന്നെ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാറക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. അതായത് തൻ്റെ സഹോദരിയെ 6 മാസമായിട്ട് കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലയിൻറ്റ് കൊടുത്തത്. അപ്പോഴേക്കും സജീവൻ അയൽവാസികളോടൊക്കെ പറഞ്ഞു, രമ്യ ഇതുപോലെ വിദേശത്തേക്ക് ജോലിക്ക് പോയിട്ടുള്ളത്, അതായത് ബാംഗ്ലൂരിൽ നിന്നും ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു, അങ്ങനെ പോവുകയാണ് ചെയ്തത്, ഇനി വീടൊക്കെ വാങ്ങിച്ച് 1.5 വർഷത്തിന് ശേഷമേ തിരിച്ചു വരികയുള്ളൂ എന്ന് അയൽവാസികളോടെല്ലാവരോടും പറഞ്ഞു. പോലീസുകാർ അവിടെ നിന്നും അന്വേഷണത്തിന് വന്നു. അന്വേഷണം വന്നപ്പോൾ അയൽവാസികളെല്ലാം പറഞ്ഞു, ആ കുട്ടി ഗൾഫിന് പോയിട്ടുള്ളത്, ആ കുട്ടി കുറച്ച് സ്ഥലവും വീടൊക്കെ വാങ്ങിക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ എടുത്തത് ഗൾഫിന് പോയതാണ് എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. സജീവനെ ആർക്കും സംശയമില്ല, സജീവൻ വളരെ നല്ല മനുഷ്യനാണ്, ആ സജീവൻ എന്ന് പറയുന്നത് കിട്ടിയത് ആ കുട്ടിയുടെ ഭാഗ്യമാണെന്നൊക്കെയാണ് നാട്ടുകാർ പറഞ്ഞത്. അപ്പോൾ ഇതുപോലൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട് രമ്യയുടെ സഹോദരൻ തന്നത് എന്ന് പറഞ്ഞപ്പോഴേ ആ വീട്ടുകാർക്ക് ഈ കല്യാണത്തിനേ ഇഷ്ടമില്ലായിരുന്നു, ഇവരെ ദ്രോഹിക്കാൻ മാത്രമാണ് ആ ആങ്ങളച്ചക്കൻ നിന്നിട്ടുള്ളത് എന്നൊക്കെ
ഈ നാട്ടുകാർ എല്ലാവരും പറയുകയാണ്. കാരണം ഈ രമ്യയുടെ വീട്ടുകാരും അതുപോലെ തന്നെ ഈ സജീവനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് അറിയാവുന്നതല്ലേ നാട്ടുകാർക്ക്. അപ്പോൾ നാട്ടുകാർ വിചാരിച്ച എന്താണ്, നന്നാകുന്നതിലുള്ള അസൂയയാണ്, അതുകൊണ്ടാണ് കംപ്ലൈൻറ്റ് കൊടുത്തത് എന്നാണ് നാട്ടുകാർ വിചാരിച്ചത്. ഏതായാലും സജീവൻ അനുകൂലമായി പറഞ്ഞപ്പോൾ പോലീസുകാർ തിരിച്ചുപോയി. ഇത് വലിയ കാര്യമുള്ള കേസൊന്നുമല്ല എന്ന് അവർക്കും മനസ്സിലായി. പക്ഷേ ഈ രമ്യയുടെ സഹോദരൻ വിടാൻ തയ്യാറല്ലായിരുന്നു. അദ്ദേഹം ആലുവ SP പരാതി നൽകി. SP ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയാണ്. ക്രൈംബ്രാഞ്ചും അന്വേഷണത്തിന് വന്നു. അന്വേഷിച്ചു, നിങ്ങളെ ഭാര്യ എപ്പോഴാണ് വിദേശത്തേക്ക് പോയത്? എൻ്റെ ഭാര്യ പോയത് 2021 ആഗസ്റ്റ് 21 ഇദ്ദേഹം പറഞ്ഞത്. ഏതായാലും ആ പോലീസുകാർ ഓക്കെ അതെല്ലാം പറഞ്ഞ് തിരിച്ചുപോയി. അപ്പോഴേക്കും ഏകദേശം 1.5 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഈ സ്ത്രീയെ കാണാതായിട്ട് 1.5 വർഷമായി. നാട്ടുകാർ പലരും ചോദിക്കാൻ തുടങ്ങി, എപ്പോഴാണ് രമ്യ വരുന്നത്, രമ്യക്ക് സുഖം തന്നെയല്ലേ എന്നുള്ളത് നാട്ടുകാർ പലരും ചോദിക്കാൻ തുടങ്ങി. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു, കാരണം എന്താ വെച്ചാൽ ഒരു വീടൊക്കെ വാങ്ങിക്കണം, അതിൻ്റെ കടമൊക്കെ ചിലപ്പോൾ കുറച്ച് കടമൊക്കെ വരും, അതൊക്കെ തീർത്തിട്ട് വരാമെന്നാണ് രമ്യ പറയുന്നത് എന്ന് പറയുകയാണ്. രമ്യയുടെ സഹോദരനാണെങ്കിൽ നിരന്തരം പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, ഇതിനൊരു ഇത് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പല ഓഫീസർമാരെയും കാണുന്നുണ്ട്. പക്ഷേ അന്വേഷണം മന്ദഗതിയിൽ തന്നെയാണ്. അപ്പോഴാണ് നമ്മുടെ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഇലന്തൂർ നരബലി കേസ് വരുന്നത്. ഈ നരബലി കേസിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്നും കാണാതാകുന്ന ഈ സ്ത്രീകളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉത്തരവിടുകയാണ്. ആ കൂട്ടത്തിൽ ഈ രമ്യയുടെ കേസും കൂടി വന്നു. അങ്ങനെ രമ്യയുടെ കേസ് ക്രൈംബ്രാഞ്ച് വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ക്രൈംബ്രാഞ്ചിന് ഒരു കാര്യം മനസ്സിലായത്. അതായത് രമ്യ ഒരു വിമാനത്താവളം വഴിയും രാജ്യം വിട്ടിട്ടില്ല. രമ്യയുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് എടവനക്കാട് അവരുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ്. അതായത് എടവനക്കാട് എന്ന് പറയുന്ന സ്ഥലം വിട്ട് രമ്യ പോയിട്ടില്ല. അതുമാത്രവുമല്ല 2021 ഓഗസ്റ്റ് 16 ഉച്ചയ്ക്കാണ് ഈ ഫോൺ ഓഫാകുന്നത് എന്നുള്ള ഒരു വിവരവും കൂടി ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. ക്രൈംബ്രാഞ്ച് നേരെ പോയിട്ട് ചോദ്യം ചെയ്തു. സജീവനെ ചോദ്യം ചെയ്തപ്പോൾ സജീവൻ പറഞ്ഞു, സാറേ എൻ്റെ ഭാര്യ ഒളിച്ചോടിയതാണ്, അവൾ ഒളിച്ചോടി നാണക്കേട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കഥകളൊക്കെ മെനഞ്ഞത്, എവിടെയാണ് ഉള്ളത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ചോദിച്ചു, അവളുടെ ഫോൺ എവിടെ? ഫോൺ അവൾ കൊണ്ടുപോയിരുന്നു എന്നാണ് സജീവൻ പറഞ്ഞത്. അവിടെ തന്നെ കള്ളം പൊളിഞ്ഞു എന്നുള്ളതാണ്. കാരണം ആ ഫോണ് ഈ ഒരു കോമ്പൗണ്ട് വിട്ട് പോയിട്ടില്ല എന്ന് പോലീസിനറിയാം. നല്ല രീതിയിൽ പോലീസിൻ്റെ മുറയിൽ ചോദ്യം ചെയ്തപ്പോൾ ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. അതായത് രമ്യയെ കൊന്ന് ഇവിടെ തന്നെ കുഴിച്ചു മൂടിയിരിക്കുന്നു. അദ്ദേഹം തൊട്ട് കാണിച്ച സ്ഥലം എന്താ ഇവിടെ തന്നെ കിടപ്പുണ്ട് എന്ന്. അങ്ങനെ അവിടെ JCB കൊണ്ടുവന്നിട്ട് കുഴി മാന്തി. അപ്പോഴേക്കും നാട്ടുകാർ എല്ലാവരും അറിഞ്ഞു. എല്ലാവരും തലയിൽ കൈവച്ചു പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും അടുത്തടുത്ത് വീടുകൾ ഉണ്ടായിട്ടും ഈ മനുഷ്യൻ ഇതുപോലൊരു പാതകം ചെയ്തിട്ട് ആരും അറിഞ്ഞില്ല, ആരും ഈ സജീവനെ സംശയിച്ചില്ല. അതുമാത്രവുമല്ല, ഈ പറയുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും ആ കൃത്യം ചെയ്തതിൻ്റെ രീതിയൊക്കെ പറഞ്ഞു കൊടുത്തു സജീവൻ. അതായത് രമ്യയ്ക്ക് ഒരു ആൺ സുഹൃത്തുണ്ട്. ആൺ സുഹൃത്തുമായിട്ട് അവിഹിത ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയം ഇദ്ദേഹത്തിന് വരികയാണ്. ഇദ്ദേഹം പലതവണ പറഞ്ഞു ആ ആൺ സുഹൃത്ത് ശരിയല്ല, അവൻ്റെ കൂടെ പോകരുത് എന്ന്. പക്ഷേ രമ്യ പറഞ്ഞു, അയാളുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല, അയാളിങ്ങനെ സംസാരിക്കുന്നുണ്ട്, എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നതാണ് എന്നല്ലാതെ ഒരു ബന്ധവുമില്ല എന്ന് രമ്യ പറയുന്നു. പക്ഷേ സംശയം എന്ന് പറയുന്ന ആ രോഗമുണ്ടല്ലോ, അങ്ങ് മൂർധന്യാവസ്ഥയിലായിരുന്നു സജീവൻ്റെ. അദ്ദേഹം പാപമായിരുന്നു, പക്ഷേ സംശയ രോഗം അദ്ദേഹത്തെ ഭ്രാന്തനാക്കി മാറ്റി എന്നുള്ളതാണ്. ഒരു ദിവസം രമ്യ ജോലിക്കൊന്നും പോയിട്ടില്ല, സജീവനും വീട്ടിലുണ്ട്. ഉച്ചയ്ക്ക് ഇവർ തമ്മിൽ വഴക്കാവുകയും ഇദ്ദേഹം ഒരു കയറെടുത്ത് രമ്യയുടെ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു ഉച്ചയ്ക്ക്. മക്കളൊന്നും അവിടെ ഇല്ലായിരുന്നു, മക്കളൊക്കെ തറവാട്ട് വീട്ടിലായിരുന്നു. അങ്ങനെ മക്കൾ വന്നപ്പോൾ അമ്മയെ കാണാത്തപ്പോൾ ചോദിച്ചു, അമ്മ ജോലിക്ക് പോയതാണ്, പഠിക്കാൻ പോയതാണ് എന്നിങ്ങനെയുള്ള മറുപടിയാണ് കൊടുത്തത്. അങ്ങനെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചു. ആര് ചോദിച്ചു കഴിഞ്ഞാലും അമ്മ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയതാണ് എന്ന് പറയണം, അങ്ങനെയാണ് പറയാതു എന്നൊക്കെ പറഞ്ഞ് 2 പേരെയും പഠിപ്പിച്ചു. കുട്ടികൾ അതുപോലെ പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഇദ്ദേഹം മൃതദേഹം ടെറസിലായിരുന്നു ഒളിപ്പിച്ചത്. അവിടെ നിന്നും അർദ്ധരാത്രി ഇദ്ദേഹം മൃതദേഹം മെല്ലെ താഴെ ഇറക്കുന്നു. അതിനുശേഷം അവിടെ ഒരു കുഴിയെടുത്ത് ആ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ കുഴിച്ചിടുകയാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേ അവിടെയുള്ള വളർത്തുനായ വന്നിട്ട് ഇത് മാന്താൻ തുടങ്ങി. ഇത് മാന്തിയപ്പോൾ പന്തികേടാകും എന്ന് കണ്ട ഇദ്ദേഹം ഈ നായയെ കൂടി കൊന്നിട്ട് അവിടെ കുഴിച്ചു മൂടി എന്നുള്ളതാണ്.
ഏതായാലും ആ കേസിനൊരു വലിയൊരു തുമ്പുണ്ടാക്കി ഒരു കൂസലുമില്ലാത്ത സജീവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു, ഇതൊക്കെ കാണിച്ചു കൊടുത്തു. പോലീസുകാർ അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ തലോട്ടിയും അസ്ഥിയും കാര്യങ്ങളൊക്കെ കിട്ടി. അതുപോലെ റോപ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, റോപ്പ് ഇദ്ദേഹം നശിപ്പിച്ച് കളഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഒരു വലിയൊരു കേസിൻ്റെ ചുരുളാണ് അവിടെ പുറത്തു വന്നത് എന്നുള്ളതാണ്. അതായത് എലന്തൂർ നരവേലി പോലെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഈ കേസ് ഇനിയും നീണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ടാകുമായിരുന്നു. അപ്പോഴേക്കും 1.5 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അതായത് ഇനിയും 1 വർഷം കൂടി കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു തുമ്പുണ്ടാക്കാൻ കഴിയുമായിരുന്നുള്ളൂ. 2.5 വർഷം കഴിഞ്ഞാൽ ഭാര്യ ഗൾഫിൽ നിന്ന് വരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു നാട്ടുകാരും, അതുപോലെ തന്നെ സഹോദരി എന്തെങ്കിലും തിരിച്ചു വരും എന്നുള്ളൊരു വിശ്വാസം തന്നെയായിരുന്നു ഈ വീട്ടുകാരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വേണ്ടിയപ്പോഴാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.